കോഴിക്കോട് കൊയിലാണ്ടി പൊയിൽക്കാവ് ക്ഷേത്രത്തിലെ തിരുവാഭരണം അത് ദേവസ്വം വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്ത തിരുവാഭരണം ബാങ്ക് ലോക്കറിലേക്ക് മാറ്റി. ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്ന തിരുവാഭരണം നവരാത്രി ആഘോഷങ്ങൾക്ക് വേണ്ടി ക്ലർക്കിനെടുത്തു നൽകിയത് ആരോപണ വിധേയനായ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി വിനോദനാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്ഥലം മാറിപ്പോയിട്ടും വഴിപാടായി ലഭിച്ച ആഭരണങ്ങൾ വിനോദൻ കൈമാറാത്തതിനാൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. സുനീൽ തോമസ് ഉണ്ട്. സുനീൽ തോമസ്, അത്ഭുതമായിരിക്കുന്നു. വിജിലൻസിന്റെ പരിശോധന വരുമ്പം ആഭരണങ്ങൾ കണ്ടെത്തുകയാണ് അലമാരയിൽ. ഈ ആഭരണങ്ങൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമല്ലേ? സിനോജ് തോമസേ, ഗുഡ് മോർണിംഗ്. അരുകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് മലബാർ ദേവസ്വം ബോർഡിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന വിനോദിനെതിരെ വ്യാപക പരാതികളാണ് ഉയർന്നത്. ബാലുശ്ശേരി പോലീസ് ഉൾപ്പെടെ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്ന പൊയിൽക്കാവ് ക്ഷേത്രത്തിലും സ്വർണം വെള്ളി ആഭരണങ്ങൾ കാണുന്നില്ലെന്ന വാർത്ത റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ദേവസ്വം ബോർഡ് വിജിലൻസ് സംഘം അവിടെ പരിശോധന നടത്തിയപ്പോൾ തിരുവാഭരണം ഈ ക്ഷേത്രത്തിലെ ഓഫീസിലെ അലമാരയ്ക്കുള്ളിൽ കണ്ടെത്തിയത്. അത് കസ്റ്റഡിയിലെടുത്ത് ബാങ്കിലെ ലോക്കറിലേക്ക് മാറ്റുകയും ചെയ്തു. അതായത് കഴിഞ്ഞ മാസം അവസാന വാരത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് വേണ്ടി ഈ ആരോപണ വിധേയനായ നിലവിൽ സർവീസിലില്ലാത്ത ഈ വിനോദൻ തന്നെയാണ് ആ ക്ഷേത്രത്തിലെ ക്ലർക്കിന് ലോക്കറിൽ നിന്ന് ഈ തിരുവാഭരണം എടുത്തു നൽകുന്നത്. പക്ഷേ തിരുവാഭരണം എടുത്തു നൽകി നവരാത്രി ആഘോഷങ്ങൾ കഴിയുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് വലിയ രീതിയിൽ പരാതികൾ ഉയരുന്നു. പോലീസ് കേസെടുക്കുന്നു. ഈ വിനോദൻ ഒളിവിൽ പോകുന്നു. അങ്ങനെ ഒളിവിൽ പോയത് കൊണ്ട് തന്നെ ഈ തിരുവാഭരണം തിരികെ എടുത്ത് ലോക്കറിൽ കൊണ്ടുപോയി വെക്കാൻ സാധിക്കാതെ പോയി. അങ്ങനെയാണ് ക്ഷേത്രത്തിലെ അലമാരയിൽ ഈ തിരുവാഭരണം എത്തുന്നത്. ഏതായാലും ഈ ക്ഷേത്രത്തിലെ തന്നെ മറ്റ് വെള്ളി സ്വർണ്ണ ആഭരണങ്ങളും വിനോദൻ ഇതുവരെ തിരിച്ചു നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു, തിരിച്ചു നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പോലീസിന് ആ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബാങ്ക് ലോക്കർ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് തുറന്ന് പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ ആഭരണങ്ങൾ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ആഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടതിന് പരാതി നൽകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഏതായാലും വേഗത്തിൽ നടപടികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യമായി ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളും രംഗത്ത് വന്നിട്ടുണ്ട്. അരുകുമാർ, ഓക്കെ, ഇത് അത്ഭുതമാണ് ഓരോ കാര്യങ്ങൾ. എന്നാലും എന്റെ വിനോദ എന്നേ നമുക്ക് ചോദിക്കാനുള്ളൂ.